വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരാളുടെ വൃത്തി മനസ്സിലാക്കണമെങ്കിൽ അവരുടെ കാല് നോക്കിയാൽ മതി എന്ന് ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ നമുക്ക് നമ്മുടെ കാലുകൾ എങ്ങനെ വൃത്തിയായി സൂക്ഷിക്കാമെന്നാണ്. നമ്മുടെ കാലുകളെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് പെഡിക്യൂർ ചെയ്യാറുണ്ട്. പക്ഷേ പാർലറിൽ പോയി പെഡിക്യൂർ ചെയ്യുകയാണെങ്കിൽ നല്ല റേറ്റ് കൊടുക്കേണ്ടി വരും. എന്നാൽ പാർലറിൽ ചെയ്യുന്ന അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ പെഡിക്യൂർ ചെയ്തെടുക്കാൻ പറ്റും. അത് എങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പം നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. പെഡിക്യൂർ ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മുടെ കാലിൽ എക്സസ് ആയിട്ടുള്ള നെയിൽ പോളിഷ് മൊത്തം നമുക്ക് റിമൂവ് ചെയ്ത് കളയണം. ഇനി നമുക്കൊരു പാത്രത്തിൽ ഇളം ചൂടുവെള്ളം എടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 4-5 സ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം. കല്ലുപ്പാണെങ്കിൽ അത്രയും നല്ലത്. ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഷാമ്പു അത് അതിലേക്ക് കുറച്ചൊഴിക്കുക. നമ്മുടെ കാലിലുള്ള അഴുക്കൊക്കെ കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷാമ്പു ഒഴിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ഡെറ്റോൾ ഒഴിക്കാം. നമ്മുടെ കാലിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് ഡെറ്റോൾ എടുക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ കയ്യിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉണ്ടെങ്കിൽ അതും കൂടെ എടുക്കുന്നത് നന്നായിരിക്കും. എൻ്റെ കയ്യിൽ ഇപ്പം അതില്ല, അതുകൊണ്ടാണ് ഞാൻ അതെടുക്കാത്തത്. പിന്നെ നമുക്കിതിലേക്ക് ഒരു ചെറുനാരങ്ങ കൂടി ചേർക്കാം. ഈ ചെറുനാരങ്ങ നമ്മുടെ കാലിൽ സൺ ടാൻ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. പിന്നെ ചെറുനാരങ്ങ എടുക്കുമ്പോൾ ചെറുനാരങ്ങയുടെ തൊലി കളയേണ്ട ആവശ്യമില്ല. അത് വെച്ചിട്ട് നമുക്ക് കാല് സ്ക്രബ് ചെയ്യാവുന്നതാണ്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു വെള്ളത്തിലാണ് നമ്മൾ നമ്മുടെ കാല് ഇറക്കി വെക്കാൻ പോകുന്നത്. ഒരു 15 മിനിറ്റ് ഈ ഒരു വെള്ളത്തിൽ നമ്മുടെ കാല് ഇറക്കി വെച്ചതിന് ശേഷം ഈ ചെറുനാരങ്ങൻ്റെ തൊലി വെച്ചിട്ട് കാലിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സൺ ടാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് റിമൂവ് ആവാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് ഇങ്ങനൊരു സാധനം വെച്ചിട്ട് നമ്മുടെ കാലിൻ്റെ അടിവശം, അതായത് ഉപ്പൂറ്റിയിലും ബാക്കി ഭാഗങ്ങളിലും ഒക്കെ ഡെഡ് സ്കിൻസ് ഉണ്ടാവും, അത് റിമൂവ് ചെയ്യാം. പിന്നെ ഒരിക്കലും നമ്മൾ ഇത് നമ്മുടെ കാലിൻ്റെ മോൾഭാഗത്ത് വെച്ച് ഉരയ്ക്കാൻ പാടില്ല. കാരണം അവിടുത്തെ തൊലി ഇളകി പോരാൻ വേണ്ടി ചാൻസ് ഉണ്ടാവും. അതുകൊണ്ട് നമ്മുടെ കാലിൻ്റെ അടിവശം വൃത്തിയാക്കാൻ വേണ്ടി മാത്രം ഈ ഒരു സാധനം യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഉപയോഗിക്കാത്ത ഒരു ടൂത്ത് ബ്രഷ് എടുക്കാം. ഈ ഒരു ബ്രഷ് വെച്ചിട്ടാണ് നമ്മൾ നഖത്തിലെ അഴുക്കും പൊടിയും ഒക്കെ കളയാൻ പോകുന്നത്. പിന്നെ നിങ്ങൾ കാലിലെ നഖം വളർത്തുന്നവരാണെങ്കിൽ ഈ ഒരു ബ്രഷ് നിങ്ങൾ ഡെയിലി നിങ്ങളുടെ ബാത്റൂമിൽ സൂക്ഷിക്കുക. നമുക്ക് ദിവസവും കാലിലെ അഴുക്കും പൊടിയും ഒക്കെ ഈ ഒരു ബ്രഷ് വെച്ചിട്ട് കളയാം. ഇനി നമ്മുടെ നഖം നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് വെട്ടിക്കൊടുക്കാം. പിന്നെ നിങ്ങൾ നഖം വെട്ടുമ്പം 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക.
ഒന്നാമത്തെ കാര്യം, നിങ്ങൾ നിങ്ങളുടെ നഖത്തിൻ്റെ 2 സൈഡും ഇറക്കി വെട്ടാണ്ടിരിക്കുക. അങ്ങനെ ഇറക്കി വെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ നഖത്തിൻ്റെ 2 സൈഡിലും പെട്ടെന്ന് പൊടിയും അഴുക്കും ഒക്കെ കയറിയിട്ട് കേട് വരാൻ ചാൻസ് കൂടുതലാണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ പെഡിക്യൂർ ചെയ്യുന്നതിൻ്റെ മുന്നേ നഖം വെട്ടാണ്ടിരിക്കുക. നമ്മൾ ഈ ഒരു വെള്ളത്തിൽ കാലിറക്കി വെച്ചതിന് ശേഷം നമ്മുടെ നഖം ഒന്ന് സോഫ്റ്റ് ആവും. അതിനുശേഷം നമ്മൾ വെട്ടുകയാണെങ്കിൽ പൊട്ടിപ്പോവാണ്ട് നമ്മൾ ഉദ്ദേശിച്ച രീതിക്ക് നമുക്ക് വൃത്തിയായി നഖം വെട്ടിയെടുക്കാൻ പറ്റും. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ നഖം വളർത്താത്തവരാണെങ്കിൽ നഖം എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് വെട്ടാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പം നമ്മൾ നമ്മുടെ നഖം വെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ നെയിൽ കട്ടിൽ തന്നെ ഉണ്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്യുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് അത് വെച്ചിട്ടും ചെയ്യാം. നമ്മുടെ നെയിൽ കട്ടറിൽ ഇങ്ങനൊരു സാധനം നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇത് നമ്മുടെ ക്യൂട്ടിക്കിൾസിൽ ഉണ്ടാവുന്ന ഡെഡ് സ്കിൻസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഡെഡ് സ്കിൻസ് എല്ലാം റിമൂവ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ നഖത്തിൻ്റെ വളർച്ച വേഗത്തിലാക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് കാലൊന്ന് സ്ക്രബ് ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് 3 സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് തരി കൂടുതലുള്ള പൊടി എടുക്കുന്നതായിരിക്കും നല്ലത്, അതായത് നമ്മുടെ പുട്ടിൻ്റെ ഒക്കെ പൊടി. ഇനി അതിലേക്ക് ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് കാലിന് നല്ലൊരു ബ്രൈറ്റനിങ് എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പാലോ അല്ലെങ്കിൽ റോസ് വാട്ടറോ അല്ലെങ്കിൽ സാധാരണ വെള്ളമോ ചേർക്കാം. ഞാനിവിടെ സാധാരണ വെള്ളമാണ് ചേർക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ നാച്ചുറൽ ആയിട്ടുള്ള സ്ക്രബ് റെഡിയായി. ഇനി ഈ ഒരു സ്ക്രബ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ കാല് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ കാലിൻ്റെ അടിവശത്തുള്ള, അതായത് ഉപ്പൂറ്റിയിൽ ഉണ്ടായിട്ടുള്ള ഡെഡ് സ്കിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഈ ഒരു സ്ക്രബ് ഉപയോഗിച്ച് നമ്മുടെ കാലിൻ്റെ മോൾവശത്തുള്ള ഡെഡ് സ്കിന്നെല്ലാം റിമൂവ് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് നമുക്ക് 2 കാലും നന്നായിട്ട് സ്ക്രബ് ചെയ്യാം. സ്ക്രബ് ചെയ്ത ശേഷം നമുക്ക് കാല് നല്ല തണുത്ത വെള്ളത്തിൽ കഴുകാം. അതിനുശേഷം കാലിലെ വെള്ളം നന്നായിട്ട് തുടച്ചു മാറ്റാം. ഇനി നമുക്ക് കാലിന് നല്ലൊരു മസാജ് കൊടുക്കാം. നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ക്രീം യൂസ് ചെയ്തിട്ട് നമുക്ക് കാല് നന്നായിട്ട് മസാജ് ചെയ്യാം. ഞാനിവിടെ വാസ്ലിൻ്റെ ഒരു ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ക്രീം വെച്ചിട്ട് ഞാനൊരു 10 മിനിറ്റ് 2 കാലിനും നന്നായിട്ടൊരു മസാജ് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ മസാജ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ കാലിൻ്റെ ബ്ലഡ് സർക്കുലേഷൻ മെച്ചപ്പെടുത്തും. അതുകൊണ്ട് നമ്മുടെ കാലുകൾ എപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. ഇനി നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു നെയിൽ പോളിഷ് ഇടാം. ഞാനിവിടെ ഡാസ്ലറിൻ്റെ ഒരു റെഡ് കളർ നെയിൽ പെയിൻ്റ് ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ നെയിൽ പെയിൻറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ക്യൂട്ടിക്കിളിൽ നിന്ന് കുറച്ചൊന്ന് വിട്ടിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത് നമ്മുടെ നഖത്തിൻ്റെ ഹെൽത്തിന് നല്ലതാണ്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ പാർലറിൽ പോയി ചെയ്യുന്ന അതേ പെഡിക്യൂർ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.